പക്ഷേ ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ അപ്പച്ചനോട് നന്ദി പറയുന്നത് എനിക്ക് ആ പേര് ഇട്ടതിൽ. കാരണം എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു പേര് എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതവും ഞാൻ അതനുസരിച്ച് മാറ്റണ്ടേ. എൻ്റെ ജീവിതത്തിൽ ഞാൻ മഗ്ദലേന മറിയം ചെയ്ത അത്രയും ചെയ്തില്ലെങ്കിലും കുറച്ചെങ്കിലും ഈശോയ്ക്ക് വേണ്ടി സുവിശേഷം, ഈശോയുടെ സുവിശേഷം ലോകത്തിലേക്ക് പകർന്നു കൊടുക്കാൻ 1% എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറ്റി വെച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ആ പേരുകൊണ്ട് എനിക്ക് എന്താ ഞാൻ നീതി പുലർത്തണേ. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ എനിക്ക് കുറച്ച് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. ഞാനത് ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ ആൾക്കാർ എടുക്കും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. എനിവേ ഞാൻ ഇന്ന് തുടങ്ങുകയാണ് ഈശോയ്ക്ക് വേണ്ടി. ഈശോയുടെ വചനങ്ങൾ, ഈശോ പറയുന്ന വചനങ്ങൾ ഞാൻ പ്രാർത്ഥിച്ച് ഈശോയോട് ചോദിച്ചെടുക്കുന്ന വചനങ്ങൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ഒരു ശ്രമം ഞാൻ നടത്തുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. ലൈക്കും ഷെയറും ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. അറ്റ്ലീസ്റ്റ് ശ്രവിക്കുക. ആർക്കെങ്കിലും മനസ്സിൽ എവിടെയെങ്കിലും ഒരു ദൈവസ്നേഹം തോന്നാൻ ഞാൻ വായിക്കുന്ന അല്ലെങ്കിൽ ഞാൻ പറയുന്ന വചനത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പേരിന് അന്വർത്ഥമാകുന്ന രീതിയിൽ 1% ഞാൻ പ്രവർത്തിച്ചെന്ന് എൻ്റെ മനസ്സിനെ ഞാൻ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ്. സങ്കീർത്തനോടൊപ്പം നമുക്ക് ഈശോയ്ക്ക് കൃതജ്ഞത അർപ്പിക്കാം. സങ്കീർത്തൻ പറയുന്ന പോലെ, കർത്താവെ എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. അങ്ങാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും, എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും, എൻ്റെ പരിചയം രക്ഷാശൃംഖവും അഭയകേന്ദ്രവും. ഈശോയെ, അങ്ങയിൽ ഞാൻ ആശ്രയം തേടുന്നു, അങ്ങയിൽ ഞാൻ ശരണം വയ്ക്കുന്നു. എൻ്റെ ജീവിതം ഞാൻ ഈശോയ്ക്ക് വേണ്ടി, ഈശോയുടെ മഹത്വത്തിനു വേണ്ടി അല്പനേരമെങ്കിലും ചിലവഴിക്കാൻ എനിക്ക് സാധിച്ചതിൽ ഞാൻ നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്.